ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 5 തേങ്ങ ചിരണ്ടിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്രകാരം ചേർക്കാം. എന്തുമാത്രം ഇതിപ്പം നമ്മുടെ കറിവേപ്പിലയാണ്. ഏറ്റവും നല്ലപോലെ കറിവേപ്പില ചേർക്കുവാണെങ്കിൽ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. മിനറൽസും വൈറ്റമിൻസും എല്ലാം ഉണ്ട്. അതുപോലെ ഉഴുന്ന് നല്ലതാണ്. പിന്നെ കുരുമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വാളംപുളി, പിന്നെ ഉപ്പും. ഇത്രയും സാധനം നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും, എങ്കിലും ഉള്ളി ചേർത്താൽ ഇരിക്കത്തില്ല. വെളിച്ചെണ്ണയും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഈ തേങ്ങയ്ക്കകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അപ്പം അത് കാരണം വേറെ വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് അതിനെ പൊടിച്ചെടുക്കുക. മൂപ്പിച്ച പരുവം ഇതാണ്. ഈ പരുവത്തിൽ മൂത്തതിന് ശേഷം ഓഫ് ചെയ്യാം, അത് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഉപ്പും പുളിയും ആവശ്യത്തിന് ചേർക്കുക. ഇത് ലാസ്റ്റ് പൊടിച്ചതിന് ശേഷമുള്ളത്. നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിവും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇത് ചേർക്കുകയാണ്. ഇത് എന്തുമാത്രം വേണമെങ്കിലും ചേർക്കാം. കാരണം നമ്മുടെ തലമുടിക്കും വയറിനും എല്ലാത്തിനും നല്ലതാണ് ഈ നമ്മുടെ കറിവേപ്പില. വയറിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കൂട്ടാനും അതുപോലെ തന്നെ തലമുടിക്കാണെങ്കിലും തലമുടി കിളുക്കാനായിട്ടും വൈറ്റമിൻസ് ഒക്കെ ധാരാളമാണ്. ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുക, ടേസ്റ്റ് മനസ്സിലാക്കുക.